ഹായ് ഓൾ അപ്പോൾ ഇന്ന് നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്നത് റഹ്മാനിയ ബിരിയാണിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റഹ്മാനിയ ബിരിയാണിയുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചി മറൈൻ ഡ്രൈവിൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. നമ്മൾ എപ്പോഴും പോകണമെന്ന് ഓർക്കും, പക്ഷേ തിരക്കാരണം കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഓർഡർ ചെയ്തത് ഇവരുടെ ബിരിയാണിയാണ്. ഒരു ഫുൾ ബിരിയാണി ഉണ്ട്, ഹാഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഒരാൾക്ക് അത്യാവശ്യം നന്നായിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്, ഹാഫ് തന്നെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഡേറ്റ്സ് അച്ചാറും സാലഡും വരുന്നുണ്ട്. അപ്പോൾ അമ്മ എടുക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് 2 പീസ് ചിക്കൻ കിട്ടിയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്ത് സോഫ്റ്റ് റൈസ് ആണെന്നുള്ളത് കേട്ടോ. നല്ല ഫ്ലേവറും ആയിരുന്നു. ഒരാൾക്ക് വയറ് നിറച്ച് അത്യാവശ്യം കഴിക്കാനുള്ള നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് ബിരിയാണി റൈസ് കണ്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അപ്പോൾ ഇതുണ്ടോ ചിക്കൻ തന്നെ ഉണ്ട്, മനസ്സിലാവും. എല്ലിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടു വരും, അത്രയും നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിരുന്നു ഇവരുടെ ബിരിയാണിയിലെ ചിക്കൻ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇവർ കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും കൊതിയായി. ഞാനും ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് റുഹ്മാനിയുടെ ബിരിയാണി ട്രൈ ചെയ്യുന്നത്. എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല വലിയ പീസാണ് ബിരിയാണിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇവരുടെ ബിരിയാണി. അവരുടെ ഫ്ലേവർ ആണെങ്കിലും പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് വയറ് നിറഞ്ഞു ആ ഒരു ബിരിയാണി കൊണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഇതുണ്ട്, നല്ല വലിയ പീസാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ ഒപ്പം നമ്മൾ ചിക്കൻ 65ഉം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ചിക്കൻ 65 ആയിരുന്നു കേട്ടോ. കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് എന്ത് സോഫ്റ്റാണ്. അതിൻ്റെ ഫ്ലേവർ തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ബിരിയാണി റൈസിൻ്റെ കൂടെ ഇവരുടെ ഈ ചിക്കൻ 65 ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് അതിൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും. അപ്പം അമ്മ അതിൻ്റെ കൂടെ മിൻറ്റ് ലൈമും ഞാനൊരു ഓറഞ്ച് ജ്യൂസുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു റഹ്മാനിയുടെ. അപ്പോൾ എല്ലാവരും പോയി ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.